الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. وعقد ريحانة في ذي الخامسة ثم بنو لحيان بدء السادسة وبعده استسقاؤه وذو قرد وصد عن عمرته لما قصد وبيعة الرضوان بعد وبنى فيها بريحانة هذا بينا. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين أما بعد. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വിവരിക്കുന്ന അൽ ഉർജൂസത്തുൽ മിഇയ്യ എന്ന കവിതയിലെ നമ്മൾ ആദ്യം ഇന്ന് കേട്ട വരികൾ ഇങ്ങനെയാണ്: وعقد ريحانة في الخامسة ثم بنو لحيان بدأ السادسة. وعقد ريحانة റൈഹാനയുമായുള്ള വിവാഹം في الخامسة അഞ്ചാമത്തെ വർഷത്തിലായിരുന്നു. ثم بنو لحيان بدأ السادسة. പിന്നെ ആറാമത്തെ വർഷം തുടക്കത്തിലാണ് ബനു ലഹിയാനിലേക്കുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പടയോട്ടം ഉണ്ടായത്. റൈഹാന റളിയല്ലാഹു അൻഹ അവർ ബനു ഖുറൈദ ഗോത്രക്കാരുടെ കൂട്ടത്തിലെ ബന്ദികളിൽ ഒരാളായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിലുണ്ടായിരുന്ന അടിമകളിൽ ഒരു വനിതയായിരുന്നു റൈഹാന ബിൻത് സയ്യിദ് റളിയല്ലാഹു അൻഹ. അവർ ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം ചെയ്യുകയും അതുവഴി നബിയുടെ ഭാര്യമാരിൽ, മുഅ്മിനുകളുടെ ഉമ്മമാരിൽ ആ പദവിയിൽ അവരെത്തി എന്നുമാണ് ഒരു അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം വല്ലാഹു അലം, അതാണ് കൂടുതൽ ശരിയായി മനസ്സിലാകുന്നത്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തിട്ടില്ലായിരുന്നു. മറിച്ച് മാരിയ റളിയല്ലാഹു അൻഹയെ പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിലുണ്ടായിരുന്ന അടിമകളിൽ ഒരാളായിരുന്നു റൈഹാന ബിൻത് സയ്യിദ് റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ അവർ മരണപ്പെട്ടിരുന്നു. അതിനുശേഷം ഇവിടെ പറഞ്ഞത് ബനു ലഹിയാനിലേക്കുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പടയോട്ടത്തെക്കുറിച്ചാണ്. ബനു ലഹിയാൻ ഗോത്രക്കാർ അവരായിരുന്നു മുമ്പ് ഖുബൈബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബിമാരെ വഞ്ചിച്ച് കൊലപ്പെടുത്തിയവർ. ഇങ്ങനെയുള്ള അവരുടെ ദ്രോഹവും അവരുടെ അപകടവും കാരണത്താൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരിൽ 200 പേരുമായി ഹിജ്റ 6ാമത്തെ വർഷം ബനു ലഹിയാൻ ഗോത്രക്കാർ താമസിക്കുന്നിടത്തേക്ക് പുറപ്പെടുകയുണ്ടായി. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും അവിടെ എത്തുമ്പോഴേക്കും അവർ വിവരമറിഞ്ഞ് അവർ മലമുകളിലും മറ്റും വലിഞ്ഞ് അവിടെ രക്ഷപ്പെടുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് അവർ അവിടെ ആ സ്ഥലത്ത് എത്തി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവനുസരിച്ച് ആ സ്ഥലത്ത് അല്പം കഴിച്ചുകൂട്ടി അതിനുശേഷം തിരിച്ചു വന്നു. അവരുമായി യുദ്ധം ഉണ്ടായിട്ടില്ല. അതിനുശേഷം നോക്കൂ, നിങ്ങൾ കേട്ട ഈ വരികളിൽ നമുക്ക് കാണാം: وبعده استسقاؤه وذو قرد وصد عن عمرته لما قصد. وبعده അതിനുശേഷമായിരുന്നു ഇസ്തിസ്ഖാഉഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്തിസ്ഖാ. ഇസ്തിസ്ഖാ എന്നാൽ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നാണ് അതിന്റെ അർത്ഥം. മുസ്ലിമീങ്ങൾക്ക് ഒരു വർഷം മഴയ്ക്ക് ക്ഷാമം ഉണ്ടാവുകയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും റബ്ബ് സുബ്ഹാനഹു വ തആല ആ ദുആ സ്വീകരിച്ച് മഴ വർഷിക്കുകയും ചെയ്തു. പിന്നെ പറഞ്ഞ സംഭവം ഏതാണ്? ദൂ ഖറദ് എന്നത് ഒരു സ്ഥലത്തിന്റെ പേരാണ്. ആ സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യവുമായി ചെല്ലുകയുണ്ടായി. ഇതിവിടെ ഹുദൈബിയ സന്ധിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉംറയ്ക്കൊക്കെ മുൻപേ ആയിട്ടാണ് ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു അഭിപ്രായം അത് നടന്നത് ഹുദൈബിയ സന്ധിക്കൊക്കെ ശേഷമാണ് എന്നാണ്. എന്താണ് ആ സംഭവം? ആ സംഭവം ഇങ്ങനെയാണ്:
ഉയൈന ഇബ്നു ഹിസ്ൻ എന്നുപേരുള്ള ബനു അബ്ദുല്ലാഹ് ഇബ്നു ഖത്ഫാൻ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ മദീനയെ ലക്ഷ്യമാക്കി വരികയും എന്നിട്ട് മദീനയിലെ ഏതാനും ഒട്ടകങ്ങളും മറ്റും കൊള്ളയടിച്ച് കവർന്നെടുത്ത് മദീനക്കാരനായിരുന്ന ആ ഒട്ടകങ്ങൾ നോക്കിയിരുന്ന ഇടയനെ കൊലപ്പെടുത്തി ഈ ഒട്ടകങ്ങളെ അപഹരിച്ച് പോവുകയുണ്ടായി. അവർ പോകുന്നത്, അവർ ഈ അക്രമം ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ ഏറെ ധീരനായ മഹാനായ ഒരു സഹാബി കാണുകയുണ്ടായി. ആ സഹാബിയുടെ പേര് സലമത്തു ഇബ്നുൽ അക്വാ എന്നാണ്. സലമത്തു ഇബ്ൻ അൽ അക്വാ. സഹാബിയുടെ പേര് മറക്കരുത്. ബൈഅത്ത് റിദ്വാനിൽ പങ്കെടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബൈഅത്ത് റിദ്വാൻ നബിയുടെ കയ്യിൽ പിടിച്ച് സത്യം ചെയ്ത, അള്ളാഹു സ്വർഗമുണ്ടെന്ന് വാഗ്ദാനം ചെയ്ത ആളുകളാണ് ബൈഅത്ത് റിദ്വാനിൽ പങ്കെടുത്തവർ. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് ഈ നബിയുടെ സീറയിൽ വരുന്നുണ്ട്. അതിൽ പങ്കെടുത്ത സഹാബിമാരിൽ ഒരാൾ. അതുപോലെ വലിയ ധീരനായിരുന്ന സഹാബിയായിരുന്നു സലമത്തു ഇബ്ൻ അൽ അക്വാ റളിയല്ലാഹു അൻഹു. അദ്ദേഹമായിരുന്നു ഇതാദ്യം കണ്ടത്. അദ്ദേഹം ഒരു സിംഹത്തെ പോലെ ഒറ്റക്ക് അമ്പും വെല്ലും എടുത്ത് ഈ കൂട്ടരുടെ പിന്നാലെ ചെല്ലുകയുണ്ടായി. അവരുടെ പിന്നാലെ ചെന്ന് അമ്പെയ്ത് അവർ രണ്ട് മലകളുടെ ഇടുക്കിലൂടെ പോവുകയാണെങ്കിൽ അതിന് മുകളിൽ കയറി അവരെ കല്ലെറിയും. അവരെ ആകെ ബുദ്ധിമുട്ടിച്ച് ഒരു നിലക്കും അവർക്ക് ഇതുകൊണ്ട് പോകാൻ സാധിക്കാത്ത രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സൈന്യവും അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ ഈ ഒട്ടകങ്ങളൊക്കെ മോചിപ്പിച്ചു. അദ്ദേഹം അവർ അമ്പെയ്ത് അവരെ പരാജയപ്പെടുത്തി എന്ന് മാത്രമല്ല, അദ്ദേഹം ഉച്ചത്തിൽ ഈ അപകടത്തെക്കുറിച്ച് മദീനയിൽ കേൾക്കുമാർ ഉച്ചത്തിൽ, മദീനയുടെ ഉൾഭാഗത്തല്ല ഇത്, മദീനയുടെ ഏതാണ്ട് പുറംഭാഗത്താണ് സംഭവം, ഉച്ചത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് വിവരം അറിയിച്ചു. കൂടാതെ അദ്ദേഹം ഒറ്റയ്ക്ക് തന്നെ അവരെ നേരിടുകയും ഒടുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അവിടെ എത്തുകയും ചെയ്തു. ദൂ ഖറദ് എന്ന സ്ഥലത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും എത്തിയത്. അവരിൽ നിന്ന് അവർ മോഷ്ടിച്ചതെല്ലാം സഹാബത്ത് തിരിച്ചു പിടിച്ചു എന്നാണ്. അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് ആ ആക്രമണം കൊണ്ട് യഥാർത്ഥത്തിൽ നഷ്ടമുണ്ടായി എന്ന് പറയാൻ സാധിക്കുകയില്ല. ഇതാണ് ദൂ ഖറദ് എന്നറിയപ്പെടുന്ന സംഭവം. അതിനുശേഷം നമ്മൾ കേട്ട മൂന്നാമത്തെ വരി ഇങ്ങനെയാണ്: വബൈഅത്തു റിദ്വാനി ബഅദു വബന ഫീഹാ ബിറൈഹാന ഹാദാ ബുയ്യിന. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടന്ന പ്രധാനപ്പെട്ട സുപ്രധാനമായ സംഭവമാണ് ബൈഅത്തു റിദ്വാൻ. ബൈഅത്തു റിദ്വാൻ എന്നറിയപ്പെടുന്ന പ്രതിജ്ഞ. അതിനു മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉംറക്ക് നബി ചെല്ലുമ്പോൾ നബിയെ സഹാബത്ത് മുശ്രിക്കുകൾ തടയുകയുണ്ടായി. അതാണ് തൊട്ടു മുമ്പുള്ള വരിയിൽ പറഞ്ഞത് വസുദ്ദ അൻ ഉംറതിഹി ലമ്മ ഖസദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറക്ക് വേണ്ടി ചെന്നപ്പോൾ ഖുറൈശികൾ നബിയെ തടഞ്ഞു. വബൈഅത്തു റിദ്വാൻ അവിടെ ഉണ്ടായി. വബന ഫീഹാ ബിറൈഹാനത ഹാദാ ബുയ്യിന. അതുപോലെ നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കാഹ് ചെയ്തു എന്ന് പറഞ്ഞ റൈഹാനയുമായി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമയത്താണ് വീട് കൂടിയത് എന്നും ഇവിടെ പറയുകയുണ്ടായി. പക്ഷെ റൈഹാന റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായിരുന്നില്ല, അടിമസ്ത്രീയായിരുന്നു എന്നതാണ് കൂടുതൽ ശരി എന്ന് നമ്മൾ പറയുകയുണ്ടായി. നോക്കൂ നിങ്ങൾ, ഇവിടെ ചുരുക്കി പറയപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉംറയായിരുന്നു. ഉംറക്ക് വേണ്ടിയുള്ള നബിയുടെ യാത്രയും മുശ്രിക്കുകൾ നബിയെ തടഞ്ഞതും അതിനുശേഷം ബൈഅത്തു റിദ്വാൻ എന്ന പ്രതിജ്ഞ ഉണ്ടായതും അതിനുശേഷം ഹുദൈബിയ സന്ധി ഉണ്ടായതുമെല്ലാം. അതിനു മുമ്പ് സഹോദരങ്ങളെ, ചില ആളുകൾക്കെങ്കിലും ഇസ്ലാമിലെ അടിമ സമ്പ്രദായത്തെക്കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനിടയും. ഇൻഷാ അല്ലാഹ് ഇനിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയിൽ
അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ വരും, നമുക്ക് കൂടുതൽ വിശദീകരിക്കാം. അതിനു മുമ്പ് ചുരുങ്ങിയ നിലയിൽ നമ്മൾ മനസ്സിലാക്കുക, ഒരു അടിമ സമ്പ്രദായം എന്താണ്, അതിന്റെ സ്ഥിതി എന്താ? ആധുനിക കാലത്ത് അത് ഔദ്യോഗികമായി എവിടെയും ആധുനിക ലോകത്ത് ഇല്ല. എന്നാൽ ആ പേരല്ലാതെ യഥാർത്ഥത്തിൽ പഴയ അടിമകളെക്കാളും മോശമായ അവസ്ഥയിൽ അടിമകളായി ജനങ്ങൾ കഴിയുന്ന അവസ്ഥ ആധുനിക ലോകത്തുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. ഇസ്ലാമിൽ അടിമ സമ്പ്രദായം എന്ന കാര്യം റബ്ബ് സുബ്ഹാനഹു വ തആല പരിപൂർണമായി വിലക്കിയ ഒരു കാര്യമല്ല. അത് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുക. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്ത് അവിടെ അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ അത് അനുവദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്താണ് അതിന്റെ അർത്ഥം? അടിമ സമ്പ്രദായം എന്നാൽ, അടിമത്തം എന്ന് പറഞ്ഞാൽ ഒരാൾ എപ്പോഴാണ് അടിമയായിത്തീരുക? ജാഹിലിയ്യത്തിൽ ഇസ്ലാമികേതര സമൂഹങ്ങളിൽ ഒരാളെ അടിമയാക്കുക എന്നതിന് യാതൊരു നിയന്ത്രണവും അവർക്കില്ലായിരുന്നു. ആരുടെയും അടിമയല്ലാത്ത സ്വതന്ത്രനായ ഒരു മനുഷ്യനെ പിടിച്ച് അക്രമമായി അവനെ പിടിച്ച് അടിമയാക്കുകയും അവനെ അടിമയായി വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന സമ്പ്രദായം പഴയകാലത്തുണ്ടായിരുന്നു. പഴയകാലത്ത് മാത്രമല്ല, ആധുനിക കാലത്ത് അടിമ സമ്പ്രദായം ഔദ്യോഗികമായി അമേരിക്കയിലും മറ്റും നിരോധിക്കപ്പെടുന്നതിന് മുമ്പുള്ള സ്ഥിതി എന്തായിരുന്നു? ആളുകൾ ചെയ്തിരുന്നത്? അവർ ആഫ്രിക്കയിലും മറ്റും ചെന്ന് അവിടെയുള്ള ആളുകളെ അന്യായമായി മൃഗങ്ങളെ വേട്ടയാടുന്നത് പോലെ സ്വതന്ത്രരായി ജീവിച്ചിരുന്ന ആളുകളെ വേട്ടയാടി പിടിക്കുകയും എന്നിട്ട് നരകിച്ച് പ്രയാസപ്പെടുന്ന അവസ്ഥയിൽ അവരെ യൂറോപ്യന്മാരുടെ നാടുകളിലേക്ക് കൊണ്ടുപോവുകയും ആ യാത്രക്കിടയിൽ അവരിൽ പലരും മരിച്ചു പോകുമായിരുന്നു. അത്രയും മോശമായ അവസ്ഥയിലായിരുന്നു അവരുടെ യാത്ര. കൊണ്ടുപോവുകയും എന്നിട്ട് അവർ അടിമകളാക്കി കൊണ്ട് നടക്കുകയും ചെയ്യും. ഒരാളെ അടിമയാക്കാൻ യാതൊരു നിയന്ത്രണവും ജാഹിലിയ്യത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിന് പുറത്തില്ല. അക്രമം ഉപയോഗിച്ച് സ്വതന്ത്രനായ ഒരു മനുഷ്യനെ പിടിച്ച് അടിമയാക്കാം. എന്നാൽ അടിമ സമ്പ്രദായത്തിൽ നിന്ന് അവന് മോചിതനാകാനുള്ള വഴികളെ അവരുടെ ആചാരത്തിലും അവരുടെ രീതികളിലും ഇല്ല. അതിന് വിപ്ലവങ്ങളും കുഴപ്പങ്ങളും കൊലപാതകങ്ങളും മാത്രമാണ് അവരുടെ മുന്നിലുള്ള പോംവഴി. അതുകൊണ്ടാണ് ആധുനിക ചരിത്രത്തിൽ അമേരിക്കയിൽ അടിമ സമ്പ്രദായം നിരോധിക്കപ്പെട്ടപ്പോൾ ഉണ്ടായത് എന്താ? വലിയ കലാപമാണ്. അത് നിരോധിച്ചതിന്റെ പേരിലാണ് അത് നിരോധിച്ച് അവരുടെ പ്രസിഡന്റ് കൊല്ലപ്പെട്ടത് എന്നുവരെ ചരിത്രമുണ്ട്. എന്നാൽ ഇസ്ലാമിൽ എന്താണ്? ഇസ്ലാമിൽ ഒരാൾ അടിമയായി തീരാനുള്ള കാരണം ഒന്നാണ്. എന്നാൽ അയാൾക്ക് മോചിപ്പിക്കപ്പെടാനുള്ള, അയാൾ മോചിതനാകാനുള്ള, സ്വതന്ത്രനാകാനുള്ള വഴികൾ അനേകമാണ്. മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമത്തത്തിന് കാരണമായി വെച്ചിട്ടുള്ളത് എന്താണ്? കുഫർ. ഒരുവൻ അല്ലാഹുവിനെ നിഷേധിക്കുക, റബ്ബിന്റെ യഥാർത്ഥ അടിമയാകാൻ അവൻ സമ്മതിക്കാതിരിക്കുക, അപ്പോൾ അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നു അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമകൾ അവർ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് മുസ്ലിം ഭരണാധികാരിയുടെ കീഴിൽ ഈ നിഷേധികളോട്, കുഫാറുകളോട് യുദ്ധം ചെയ്യും. എന്നിട്ട് അവരിൽ ബന്ദികളാക്കപ്പെടുന്നവർ മുസ്ലിമീങ്ങളുടെ അടിമകളായിത്തീരും. എന്തുകൊണ്ടാണ്? കാരണം അവർ അള്ളാഹുവിന്റെ അടിമകളാകാൻ, യഥാർത്ഥ അടിമകളാകാൻ വിസമ്മതിച്ചു, അതിന് തയ്യാറായില്ല. അതിനു പകരം അള്ളാഹു അവരെ അവന്റെ അടിമകളുടെ അടിമകളാക്കി. അള്ളാഹു അവരെ അവന്റെ അടിമകളുടെ അടിമകളാക്കി. ഇതാണ് അടിമത്തത്തിന്റെ അടിസ്ഥാനം. ഇതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരം അടിമകളെ ശ്രദ്ധിക്കാനും അവരോടുള്ള ബാധ്യതകൾ നിറവേറ്റാനും പരിശുദ്ധ ഖുർആനിൽ കൽപ്പിച്ചു. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ. അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കുക, അവനോടൊപ്പം നിങ്ങൾ ഒരാളെയും പങ്കുചേർക്കാതിരിക്കുക, അവനോട് ഒരാളെയും നിങ്ങൾ പങ്കുചേർക്കാതിരിക്കുക.
എന്ന് തുടങ്ങി അൽ ഹുഖൂഖുൽ അശറ 10 ബാധ്യതകൾ പഠിപ്പിക്കുന്ന ആയത്തിൽ അള്ളാഹു ഒരു കൂട്ടരോടുള്ള ബാധ്യത പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. അള്ളാഹുവിനോടുള്ള ബാധ്യത പറഞ്ഞ അതേ ആയത്തിൽ ആരോടുള്ള ബാധ്യതയാണ്? മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ കൈകൾ ഉടമപ്പെടുത്തിയവരോട് അഥവാ അടിമകളോടുള്ള ബാധ്യത. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ വേളയിൽ അലി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. നബി പറയുന്നത് ഞാൻ അവസാനം കേട്ടത് എന്താണ്? നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ വലം കൈകൾ ഉടമപ്പെടുത്തിയവരുടെ അടിമകളുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരിൽ പലരും അവർ ധരിച്ച അതേ വസ്ത്രം അവർക്ക് ധരിപ്പിക്കാറുണ്ടായിരുന്നു. അവർക്ക് ഭക്ഷണം നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അന്യായമായി അടിച്ചാൽ പ്രായശ്ചിത്തമായി പറയാറുണ്ടായിരുന്നത് എന്താണ്? മോചിപ്പിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. അതുപോലെ തന്നെ സ്ത്രീകളിൽ അടിമകളായ ആളുകളോട് എങ്ങനെയാണ് ജാഹിലിയ സമ്പ്രദായത്തിലും ജാഹിലിയത്തെന്ന് പേര് പറഞ്ഞിട്ടില്ലെങ്കിലും അതേ രീതിയിൽ മുന്നോട്ടു പോകുന്ന ആധുനിക സംവിധാനങ്ങളും എങ്ങനെയാണ് യുദ്ധ തടവുകാരായ സ്ത്രീകളോട് പെരുമാറുക? അങ്ങേയറ്റം മോശമായ രൂപത്തിൽ. അവരിൽ പല സ്ത്രീകളും ചിലപ്പോൾ ഓരോ ദിവസവും ഓരോരുത്തരുടെ കൂടെ കിടക്ക പങ്കിടേണ്ടുന്ന അവസ്ഥ വരും. അല്ലെങ്കിൽ ചിലപ്പോൾ മണിക്കൂറുകൾ വെച്ച് അവരെ മൃഗങ്ങൾക്ക് നൽകുന്ന വില പോലും നൽകാതെ കൈമാറുന്ന സ്ഥിതി ഉണ്ടാകും യുദ്ധത്തിൽ പിടിക്കപ്പെട്ടവർ. ഇതാണ് ജാഹിലിയത്തിലെ സ്ഥിതി, ജാഹിലിയത്ത് പേറുന്ന സമ്പ്രദായങ്ങളിലെ സ്ഥിതി. എന്നാൽ ഇസ്ലാം അത് അനുവദിച്ചിട്ടില്ല. ഇസ്ലാം ആ സ്ത്രീകൾ അവർ ഒരു യജമാനന് കീഴിൽ ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അള്ളാഹു അവകാശങ്ങൾ നൽകും. അവർക്ക് ഭക്ഷണത്തിന് അവകാശമുണ്ട്, താമസത്തിന് അവകാശമുണ്ട്, അവരെ പട്ടിണി കിട്ടുകൂടാ, ഉപദ്രവിച്ചുകൂടാ. അതുപോലെ ഒരു മനുഷ്യന്റെ ആവശ്യങ്ങളിൽ ഒന്നാണ് അവന്റെ ലൈംഗികമായ ആഗ്രഹ പൂർത്തീകരണം എന്നത്. അതുകൊണ്ട് അടിമകളായ സ്ത്രീകളെ അവരുടെ യജമാനനാരോ അവർക്ക് തങ്ങളുടെ ഭാര്യമാരോട് എങ്ങനെ പെരുമാറുന്നുവോ അതുപോലെ അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ റബ്ബ് അനുവാദം നൽകിയിട്ടുണ്ട്. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ ഫമൻ ഇബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ. അവരവരുടെ ലൈംഗിക അവയവങ്ങൾ സൂക്ഷിക്കുന്നവരാണ് മുഅ്മിനുകൾ, അവരുടെ ഭാര്യമാരോടൊഴികെ, അവരുടെ അടിമ സ്ത്രീകളോടൊഴികെ. അപ്പോൾ അവർ ആക്ഷേപത്തിന് അർഹരല്ല. അതിനപ്പുറം ഒരാൾ തേടിപ്പോയാൽ അതല്ലാത്ത ഏത് രൂപത്തിലുള്ള ലൈംഗിക മോഹപൂർത്തീകരണവും നടത്തുന്നവർ അവരാണ് അക്രമികൾ. നോക്കൂ നിങ്ങൾ, ഈ യജമാനന് തന്റെ കീഴിലൂടെയുള്ള അടിമ പെണ്ണുമായി ലൈംഗിക ബന്ധം പുലർത്താൻ അനുവാദമുള്ളത് അവൾ ഗർഭിണിയല്ല എന്ന് ഉറപ്പുവന്നാൽ മാത്രമാണ്. നേരത്തെ ഉള്ള അവസ്ഥയിൽ നിന്ന് യുദ്ധത്തിലോ മറ്റോ ഒരു യജമാനന്റെ കീഴിലായാൽ അവളുടെ ആർത്തവത്തിലൂടെ ഹൈവിലൂടെ അവൾ ഗർഭിണിയല്ല എന്ന് മനസ്സിലായാൽ മാത്രമേ അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഒരാൾക്ക് അനുവാദമുള്ളൂ. അതുപോലെ അയാളുടെ കീഴിൽ അടിമയായിരിക്കുന്ന കാലത്ത് അയാളുമായി മാത്രമാണ് അവൾക്ക് ബന്ധം, മറ്റൊരാളുമായിട്ടല്ല. അതുപോലെ ഈ സ്ത്രീ യജമാനനിൽ നിന്ന് ഗർഭം ധരിച്ചാൽ പിന്നീട് അവളെ വിൽക്കുക പാടില്ല. അവൾ അടിമ സ്ത്രീ എന്നതിൽ നിന്ന് ഉമ്മുൽ വലദ് എന്ന അടുത്ത പദവിയിലേക്ക് നീങ്ങുകയാണ്. ഉമ്മുൽ വലദ്, യജമാനിൽ നിന്ന് അവൾ ഗർഭം ധരിച്ചാൽ അവൾ ഉമ്മുൽ വലദ് എന്ന മറ്റൊരു സ്ഥാനത്തേക്ക് മാറുകയും പിന്നെ അവളെ വിൽക്കുക പാടില്ല. യജമാനന്റെ മരണത്തോടെ അവൾ സ്വതന്ത്രയാവുകയും ചെയ്യും. യജമാനന്റെ മരണത്തിലൂടെ അവൾ സ്വതന്ത്രയാവുകയും ചെയ്യും. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും കൃത്യമായ രൂപത്തിലാണ് നിയമങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ പറയും ശത്രുക്കളായ ആളുകൾ യുദ്ധങ്ങളിൽ പിടിക്കപ്പെടുന്നവർ പിന്നെന്താണ് അവരെ ചെയ്യേണ്ടത്? ഒന്നാകെ കൊന്നുകളയണമെന്നാണോ? അതല്ല അവരെ മരണം വരെ ജയിലറകളിൽ അടക്കണമെന്നാണോ? അതല്ല ഇതാണോ? വിട്ടയക്കുക എന്നത് പാടില്ലാത്തതാണ്. കാരണം ശത്രുക്കളുടെ സമൂഹമാണ്, അവരൊന്നാകെ ഒരുമിച്ച് ചേർന്ന് വീണ്ടും യുദ്ധങ്ങൾക്കും മറ്റും വന്നേക്കും. അതുപോലെ
അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ തടവറയിലിടാനോ അല്ലെങ്കിൽ ഒന്നാകെ കൊന്നുകളയാനോ അല്ല നിശ്ചയിച്ചിട്ടുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ രൂപത്തിലുള്ള നിയമങ്ങൾ അതിൽ നിശ്ചയിച്ചിട്ടുണ്ട്. ഇതാണ് ഇസ്ലാമിലെ അടിമ സമ്പ്രദായം വളരെ ചുരുക്കി പറഞ്ഞത്. ഇതിനപ്പുറത്ത് പിഴച്ച കക്ഷികൾ ഉദ്ധരിക്കുന്ന ഓരോരോ ഇത് സംബന്ധിച്ച ശുഭത്തുകൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും ഇസ്ലാമിക പണ്ഡിതന്മാർ കൃത്യമായ ശരിയായ ഖണ്ഡിതമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. പഴയ സമുദായങ്ങൾക്ക് ഇതിന്റെ പേരിൽ ഒരിക്കലും മുസ്ലിമീങ്ങൾ ആക്ഷേപിക്കാൻ സാധ്യമല്ല. കാരണം തൗറാത്തും ഇഞ്ചീലും ഒക്കെ എടുത്ത് തുറന്നു നോക്കിയാൽ അവരുടെ കൈകടത്തലുകൾ നടത്തിയിട്ടുള്ള അവരുടെ കയ്യിലുള്ള വേദങ്ങൾ, അവരുടെ പുസ്തകങ്ങൾ എടുത്തു നോക്കിയാൽ അടിമ സമ്പ്രദായം നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കലും അവർക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. ഒരിക്കലും അവർക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. യഹൂദികളുടെ പുസ്തകത്തിലുള്ളത് യഹൂദിക്ക് യഹൂദി അല്ലാത്ത ദുനിയാവിൽ ആരെ വേണമെങ്കിലും അടിമയാക്കാമെന്നാണ്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ മറ്റുള്ള ഗ്രന്ഥങ്ങളിലുമെല്ലാം ഇത് വന്നിട്ടുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച കാര്യമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ചില ആളുകൾ പറയുന്ന ഒരു അബദ്ധമുണ്ട്. എന്താണ്? ഇസ്ലാം അടിമ സമ്പ്രദായം ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. മറിച്ച് ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ അത് ഇവിടെ ഉണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പടിപടിയായി പരിപൂർണമായി ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത് എന്ന് ചിലർ പറയാറുണ്ട്. അബദ്ധമാണ്. ശരിയല്ല. മറിച്ച് അടിമ സമ്പ്രദായം റബ്ബ് അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അതെങ്ങനെയാണ്? അത് ശർഈയായ ഇസ്ലാമിന്റെ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ടുള്ള മുസ്ലിമീങ്ങൾ അവരുടെ ഭരണാധികാരികൾക്ക് കീഴിൽ കുഫാറുകളുമായി നടത്തുന്ന യുദ്ധത്തിലൂടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് അള്ളാഹു അവർക്ക് നൽകിയിരുന്ന ശിക്ഷകളിൽ ഒന്നാണ്. അള്ളാഹുവിന്റെ അടിമയാകാൻ വിസമ്മതിച്ചവരെ അവന്റെ അടിമകളുടെ അടിമകളാക്കുക എന്നത്. എന്നിട്ട് അവർ അടിമകളാക്കി പിടിക്കപ്പെട്ടാൽ, അവർ മുസ്ലിമീങ്ങളായാൽ അവരെ മോചിപ്പിക്കാനുള്ള ധാരാളം വഴികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. പല തെറ്റുകൾക്കും ഉള്ള പ്രായശ്ചിത്തം എന്താണ്? അടിമയെ മോചിപ്പിക്കുക എന്നതാണ്. അടിമയെ മോചിപ്പിക്കുക എന്നതാണ്. അതുപോലെ വഴിയെ പോകുന്ന ആരെങ്കിലും പിടിച്ച്, ഏതെങ്കിലും ഒരു സ്വതന്ത്രനെ പിടിച്ച് അടിമയാക്കുക, അവനെ വിൽക്കുക, ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അനുവദിച്ചിട്ടില്ല. അത് പാടില്ലാത്തതാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജാഹിലിയത്തിന്റെ ആശയം പേറുന്ന സമ്പ്രദായങ്ങളിൽ ഒരുത്തനെ പിടിച്ച് അടിമയാക്കാൻ യാതൊരു നിയന്ത്രണവുമില്ല, മോചിപ്പിക്കാൻ ഒരു വഴിയുമില്ല. ഇസ്ലാമിലോ ഒരുവൻ അടിമത്തത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരേ ഒരു വഴി മാത്രമാണുള്ളത്. എന്നാൽ അതിൽ നിന്ന് മോചിപ്പിക്കപ്പെടാൻ ധാരാളം വഴികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്നു. അടിമയെ മോചിപ്പിക്കുക അല്ലാഹു പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ പരിപൂർണമായി അത് ഇല്ലാതാക്കുക എന്നതല്ല അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ആധുനിക കാലത്ത് അടിമത്തം നിരോധിക്കപ്പെട്ടപ്പോൾ അടിമകളായി ജീവിച്ചിരുന്നവർ അവർ യജമാനന്റെ അരികിലേക്ക് തിരിച്ചു വന്നു. മോചിപ്പിക്കപ്പെട്ടവർ തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ വീണ്ടും അടിമയായിട്ട് എടുക്കണം. കാരണം ഞങ്ങൾക്ക് പുറത്തു വിട്ടൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല, ഞങ്ങൾക്കറിയില്ല എന്താണ് ചെയ്യേണ്ടത്. പല ആളുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരാൾ മരണത്തിന്റെ ശയ്യയിലായിരിക്കെ അയാൾക്ക് ആകെ ഉണ്ടായിരുന്ന ഏതാനും അടിമകളെ മരണശേഷം മോചിപ്പിക്കണം എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വസിയത്ത് റദ്ദ് ചെയ്തു. ആ അടിമകൾ അദ്ദേഹത്തിന് അനന്തരാവകാശികൾക്ക് തിരിച്ചു കൊടുത്തു. കാരണം അത് അക്രമമാണ്, അനന്തരാവകാശികളോട് ചെയ്യുന്ന അക്രമമാണ്. നിങ്ങൾ വിചാരിക്കരുത് എല്ലാ ഉടമകളും അവരുടെ അടിമകളോട് അക്രമമാണ് ചെയ്യുക എന്ന്, എല്ലാ അടിമകളും അവരുടെ ഉടമകളെ വെറുക്കുകയാണ് ചെയ്യുക എന്ന്. അങ്ങനെയല്ല. അത് നമുക്ക് ആ സമ്പ്രദായവും രീതിയും ഒന്നും പരിചിതമല്ലാത്തത് കൊണ്ട് ഉള്ള നമ്മുടെ മനസ്സിൽ വന്നിട്ടുള്ള ചില ചിന്താഗതികളാണ്. നമ്മൾ മനസ്സിലാക്കണം, നീതിയും ന്യായവും സ്വാതന്ത്ര്യവും സമത്വവും ഈ രൂപത്തിലുള്ള പ്രയോഗങ്ങൾ, ഇതെല്ലാം തെറ്റായ വ്യാഖ്യാനങ്ങൾ പലതും ആധുനിക ലോകത്ത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് പലതും തലയിൽ കയറിയിട്ടാണ് നമ്മൾ പലരും ഇരിക്കുന്നത്. അതല്ല യഥാർത്ഥത്തിൽ. മറിച്ച് നീതിയും നന്മയുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. അവൻ നന്മയാണെന്ന് പഠിപ്പിച്ചാണ് നന്മ, അവൻ നീതിയാണ് പറഞ്ഞതാണ് നീതി. അതല്ലാത്തത്, അതിനെതിരായത് ആര് നീതിയാണെന്ന് പറഞ്ഞാൽ അത് അനീതിയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച നിയമം അത് ശരിയാണെന്ന് മനസ്സിലാക്കാനും അതിന് കീഴൊതുങ്ങാനും അതിനപ്പുറത്ത് ഒരു നന്മയുമില്ലെന്ന് മനസ്സിലാക്കാനും നമ്മൾ ആദ്യം തയ്യാറാണ്. അങ്ങനെയാണ് മുസ്ലിമീങ്ങൾ മുഅ്മിനുകൾ ചെയ്യേണ്ടത്. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു നിശ്ചയിച്ചൊരു രീതിയാണ് എന്നത് മാത്രം അവൻ അറിഞ്ഞാൽ മതി.
ഒരു കാര്യം ദീനിൽ കേട്ടാൽ ആദ്യം ചെയ്യേണ്ടത് വിശ്വസിക്കുകയാണ്. എങ്കിൽ അള്ളാഹു അതിന്റെ യാഥാർത്ഥ്യവും അതിന്റെ പിന്നിലുള്ള ഹിക്മത്തുമെല്ലാം അവന്റെ കാരുണ്യത്താൽ നിനക്ക് ബോധ്യപ്പെടുത്തിട്ട്. ഇതാണ് ഈ സന്ദർഭത്തിൽ ഇതേക്കുറിച്ച് ചുരുക്കി പറയാനുള്ളത്. ഇനി നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലേക്ക് തിരിച്ചു വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉംറയെക്കുറിച്ച്, ശേഷമുണ്ടായ ബൈഅത്തുർ റിദ്വാനെ കുറിച്ച്, ഹുദൈബിയ സന്ധിയെക്കുറിച്ചൊക്കെയാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. വഫഖനില്ലാഹു വഇയ്യാകും. ഹിജ്റ 6-ാമത്തെ വർഷം ദുൽഖഅദയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു എന്ന്. എന്താണ് സ്വപ്നം? അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിക്കുമെന്ന്, ഉംറ ചെയ്യുമെന്ന്. എന്നിട്ട് മുടി പരിപൂർണമായും എടുത്തുകൊണ്ട്, മുട്ടയടിച്ചുകൊണ്ട്, മറ്റു ചിലർ മുടി മുറിച്ചുകൊണ്ട് ഉംറയിൽ നിന്ന് തഹല്ലുലായി അവർ പുറത്തേക്ക് വരുമെന്ന് ആ സ്വപ്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ അറിയിക്കുകയുണ്ടായി. അങ്ങനെ ഉംറയ്ക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പുറപ്പെടാൻ പറഞ്ഞു. അവരെല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉംറ ചെയ്യാനായി പുറപ്പെടുകയാണ്. 1400 സഹാബികൾ, മുഹാജിറുകളും അൻസാറുകളും അടങ്ങുന്ന 1400 സഹാബികൾ പുറപ്പെടുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ. നബിയുടെ ഭാര്യമാരിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ നബിയുടെ കൂടെ ഉണ്ടായിരുന്നു. അവർ ശത്രുക്കളുടെ നാട്ടിലേക്കാണ് ചെല്ലുന്നത്. പക്ഷെ ഉംറക്കാണ് ചെല്ലുന്നത് എന്നതുകൊണ്ട് ആയുധങ്ങളോ മറ്റോ ഒന്നും അവരെടുത്തില്ല. സാധാരണ അറബികൾ യാത്ര പോകുമ്പോൾ കരുതാറുണ്ടായിരുന്ന ആയുധമൊഴികെ, അറബികൾ അവരുടെ സഫറിൽ മുസാഫിർ കരുതുന്ന ആയുധമുണ്ട്. അതല്ലാതെ മറ്റൊരു ആയുധവും അവർ എടുത്തിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യാത്രയിൽ കഅബയിൽ അറുക്കാൻ ബലിമൃഗങ്ങളെയും കൂടെ കൊണ്ടുപോയിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ദുൽഹുലൈഫയിൽ വെച്ച് ഹറാം ചെയ്യുകയും തൽബിയത്ത് മുഴക്കിക്കൊണ്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് തൽബിയത്ത് മുഴക്കിക്കൊണ്ട് മക്കയിലേക്ക് പുറപ്പെടുകയും ചെയ്തു. ആ തൽബിയത്ത് കേട്ടാൽ ആളുകൾക്കറിയാം ഇവർ പോകുന്നത് യുദ്ധത്തിനല്ല, മറിച്ച് ഉംറയ്ക്ക് വേണ്ടിയാണ്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സഹാബത്തും ഉസ്ഫാൻ എന്ന സ്ഥലത്ത് എത്തി. അവിടെ എത്തിയപ്പോൾ ഖാലിദ് ഇബ്നുൽ വലീദിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ നേരിടാൻ തയ്യാറായി അവിടെ നിൽക്കുകയാണ്. ആ സൈന്യത്തെ അവർ ദൂരെ കാണുകയാണ്. അങ്ങനെ ആ സമയത്ത് ളുഹർ നിസ്കാരത്തിന്റെ സമയമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ളുഹർ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ ശത്രുക്കളായ ആളുകൾ പറഞ്ഞു, നമുക്ക് വലിയൊരു അവസരമാണ് നഷ്ടപ്പെട്ടു പോയത്. അവർ നിസ്കരിക്കുന്ന സമയം അവരെ ആക്രമിക്കണമായിരുന്നു എന്നവർ പറഞ്ഞു. അത് ചെയ്യാത്തതിൽ അവർക്ക് ഖേദം തോന്നി. അപ്പൊ അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആളുകൾ പറഞ്ഞു, പേടിക്കണ്ട, കാരണം تأتي عليهم الآن صلاة هي أحب إليهم من أبنائهم وأنفسهم. ഇനി ഇവർക്കൊരു നിസ്കാരം വരാനുണ്ട്. ആ നിസ്കാരം എന്ന് പറയുന്നത് അവരുടെ മക്കളെക്കാളും അവരുടെ സ്വദേഹങ്ങളെക്കാളും അവർക്ക് ഇഷ്ടമുള്ള നിസ്കാരമാണ്. അതേതാണ്? അസർ എന്ന് പറഞ്ഞ് അടുത്ത നിസ്കാരം വരാൻ ശത്രുക്കൾ കാത്തിരുന്നു. നിസ്കാരത്തിൽ സുജൂദിൽ മറ്റും പോകുമ്പോൾ ആ ശ്രദ്ധയിൽ മുസ്ലിമീങ്ങൾ ഒന്നാകെ ആക്രമിക്കാം എന്ന് തീരുമാനിച്ചുകൊണ്ട് ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ വഹയുമായി ഇറങ്ങുകയാണ്. സലാത്തുൽ ഖൗഫ്, ഭീതിയുടെ അവസ്ഥയിൽ യുദ്ധത്തിന്റെ വേളയിലുള്ള നിസ്കാരത്തിന്റെ രൂപം പഠിപ്പിച്ചുകൊണ്ട് സൂറത്തുൻ നിസായിലെ വഇദാ കുൻത ഫീഹിം ഫഅഖംത ലഹുമുസ് സ്വലാത ഫൽതഖും ത്വായിഫത്തുൻ എന്ന് തുടങ്ങുന്ന ആയത്തുമായി ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങുകയാണ്. അതുകൊണ്ട് ഈ യാത്രയിലാണ് ആദ്യമായി സലാത്തുൽ ഖൗഫ് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് ധാരാളം ചരിത്രകാരന്മാരും ധാരാളം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ആദ്യമായി ഇത് ഇറങ്ങിയത് ഈ യുദ്ധത്തിലാണ്. അല്ലാഹു അലം, അതാണ് സഹീഹ്. യുദ്ധത്തിന്റെ വേളയിൽ, ഭയപ്പാടിന്റെ വേളയിലുള്ള നിസ്കാരം പല രൂപത്തിലുണ്ട്. അത് എല്ലാം ഒരു രൂപത്തിലല്ല.
കാരണം ചില സന്ദർഭങ്ങളിൽ ശത്രു ഖിബ്ലയുടെ ഭാഗത്തായിരിക്കും, മറ്റു ചിലപ്പോൾ ശത്രു വേറെ ഭാഗത്തായിരിക്കും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും അള്ളാഹു നിശ്ചയിച്ച യുദ്ധത്തിന്റെ വേളയിലുള്ള നിസ്കാരത്തിന്റെ സിഫത്ത്, അതിന്റെ രൂപം പല രൂപത്തിൽ ഹദീസുകളിൽ വന്നത് കാണാം. അതിലൊരു രൂപമാണ് ഇവിടെ ഉസ്മാനിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും നിസ്കരിച്ചത്. സുജൂദിന്റെ വേളയായാൽ അതുവരെ നിസ്കരിച്ചിരുന്ന ഒരു വിഭാഗം സുജൂദിൽ പോകാതെ ആയുധങ്ങളുമായി കാത്തു നിൽക്കും. എന്നിട്ട് അടുത്ത വിഭാഗം ഉയർന്നാൽ മാത്രമേ, അത് പിന്നീട് മാത്രമേ അവർ സുജൂദ് നിർവഹിക്കുകയുള്ളൂ. ഈ രൂപത്തിലായിരുന്നു അതിന്റെ സിഫത്ത്. അതിന്റെ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നില്ല, അത് ഫിഖ്ഹിന്റെയും മറ്റും ദർസുകളിൽ പഠിക്കേണ്ട കാര്യമാണ്. ഈ നിസ്കാരം നിർവഹിച്ചതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തുമായി ഈ ശത്രുക്കളെ നേരിടാതെ, ഖാലിദ് ഇബ്നു വലീദിന്റെ നേതൃത്വത്തിലുള്ള ശത്രുക്കളെ നേരിടാതെ വേറൊരു വഴിയിലൂടെ മക്കയിലേക്ക് പോയി. വേറൊരു വഴിയിലൂടെ, അവർക്ക് നേരെ ചെല്ലാതെ മറ്റൊരു വഴിയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും മക്ക ലക്ഷ്യമാക്കി പുറപ്പെടുകയുണ്ടായി. അങ്ങനെ സനിയത്തുൽ മിറാർ എന്നു പേരുള്ള സ്ഥലത്തെത്തി. സനിയത്തു അൽ മിറാർ ഒരു മലമടക്കിനിടയിലൂടെയുള്ള ഒരു വഴിയായിരുന്നു. അവിടെ എത്തി. ഇനി കയറാനുള്ളത് മക്കയിലേക്കാണ്, ഖുറൈശികളുടെ ഇടയിലേക്കാണ് ഇനി കയറാനുള്ളത്. ആ സ്ഥലത്തെത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകമായ അൽ ഖസ്വ എന്ന പേരുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം ചലിക്കുന്നില്ല, പോകുന്നില്ല. ആളുകൾ പറഞ്ഞു, ഖലഅത്തിൽ ഖസ്വ, ഒട്ടകം പോകാതെ അവിടെ തന്നെ ഇരിക്കുന്ന ഒരു രീതി ഒട്ടകത്തിനുണ്ടായാൽ ആളുകൾ പറയും ഖലഅത്തിൽ ഖലഅ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ പറയുകയുണ്ടായി, മാ ഖലഅത്തിൽ ഖസ്വ, ഇല്ല, ഖസ്വ അങ്ങനെ ചെയ്തിട്ടില്ല. വമാ ദാക ലഹ ബിഖുലുഖ്, അതിന്റെ സ്വഭാവമല്ല, ഈ ഒട്ടകം അങ്ങനെ ചെയ്യുകയില്ല, ഇതിന്റെ രീതിയല്ലാതെ. വലാകിൻ ഹബസഹ ഹാബിസത്തുൽ ഫീൽ, മറിച്ച് ഇതിനെ ആനയെ പിടിച്ചു വെച്ചവൻ ഇതിനെ പിടിച്ചു വെച്ചതാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനനം നടന്ന ആ വർഷം നടന്ന ആ അത്ഭുത സംഭവം, ആമുൽ ഫീൽ എന്ന വർഷം നടന്ന അബ്രഹത്തും കൂട്ടരും കഅബ തകർക്കാൻ വന്നപ്പോൾ നടന്ന അത്ഭുത സംഭവം എന്താണത്? അബ്രഹത്തിന്റെ സൈന്യത്തിൽ ഉണ്ടായിരുന്ന ആന മക്കയുടെ അടുത്തെത്തിയപ്പോൾ അത് മുന്നോട്ട് പോകുന്നില്ല. എത്ര അതിനെ വിരട്ടി നോക്കിയിട്ട് അത് മുന്നോട്ട് പോകുന്നില്ല, കഅബയുടെ നേരെ പോകുന്നില്ല. മറ്റെങ്ങോട്ടെങ്കിലും തിരിച്ചു വെച്ചാൽ അത് പോകും, കഅബക്ക് നേരെ അത് ചെല്ലുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഓർമ്മപ്പെടുത്തിയിട്ട് പറയുകയാണ്, ഖസ്വാ യാത്ര മുടക്കി ഇവിടെ നിന്നതല്ല, വലാകിൻ ഹബസഹ ഹാബിസത്തുൽ ഫീൽ, ആനയെ പിടിച്ചു വെച്ചവൻ, ആനയെ പിടിച്ചു വെച്ചതെന്തോ അത് ഖസ്വാഇനെ പിടിച്ചു വെച്ചതാണ്. എന്നിട്ട് നബി പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ലാ യസ്അലൂനി ഖുത്തതൻ യുഅദ്ദിമൂന ഫീഹാ ഹുർമത്തില്ലാഹ് ഇല്ലാ അഅതൈതുഹും ഇയ്യാഹാ. അല്ലാഹു പവിത്രമാക്കിയ കാര്യങ്ങളെ സംരക്ഷിക്കുന്ന ഏത് കരാർ അവരെന്നോട് ചോദിച്ചാലും, ഏത് സന്ധ്യ അവരെന്നോട് ചോദിച്ചാലും, ഏതൊരു ഒത്തുതീർപ്പ് അവരെന്നോട് ആവശ്യപ്പെട്ടാലും ഞാൻ അവർക്കത് നൽകുകയാണ് ചെയ്യും എന്ന് പറഞ്ഞാൽ, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നത് മക്കയിൽ കഅബത്തിന്റെ അരികിൽ രക്തച്ചൊരിച്ചിൽ ഉണ്ടാവരുത് എന്നതാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിന്റെ ഇരിപ്പ് കണ്ടപ്പോൾ മനസ്സിലായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹു ആണ് സമാധാനത്തിലേക്ക്, അല്ലാഹു പവിത്രമാക്കിയ കാര്യങ്ങളെ സംരക്ഷിക്കുന്നതിലേക്ക്, യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്ക് നയിക്കുന്ന എന്ത് ഒരു നടപടി എടുക്കാൻ അവരെന്നോട് ആവശ്യപ്പെട്ടാലും ഞാനത് അവർക്ക് നൽകുന്നതാണ്, ഞാനത് സ്വീകരിക്കുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ട്. അങ്ങനെ അവർ ഹുദൈബിയ എന്ന സ്ഥലത്ത് എത്തുകയാണ്. ഹുദൈബിയ എന്ന സ്ഥലത്ത് അല്ലാഹുവിന്റെ റസൂലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും എത്തുകയാണ്. ഹുദൈബിയയിൽ എത്തിയപ്പോൾ നടന്ന രണ്ട് പ്രധാനപ്പെട്ട അത്ഭുത സംഭവങ്ങളുണ്ട്. അതിലൊന്ന്, അവിടെ ഒരു ചെറിയ കുഴി ഉണ്ടായിരുന്നു, ചെറിയ കിണർ, അതിലൊരല്പം വെള്ളമുണ്ടായിരുന്നു. സഹാബത്ത് റളിയല്ലാഹു അൻഹു അവിടെ എത്തിയപ്പോഴേക്ക് അവരെല്ലാവരും കൂടി അത് എടുത്ത് കിണർ വറ്റിച്ചു. അവർ വെള്ളത്തിന് അവർക്ക് ആവശ്യമുണ്ടായിരുന്നു. ഒരു തുള്ളി വെള്ളം ഇല്ലാത്ത രൂപത്തിൽ ആളുകൾ അതിൽ നിന്ന് വെള്ളമെടുത്തു.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആ കിണറ്റിലേക്ക് അവിടുത്തെ ഉമിനീർ തെറിപ്പിച്ചുകൊണ്ട് ഊതി. ചില റിവായത്തുകൾ വെള്ളം കുപ്പിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് തുപ്പുകയുണ്ടായി. നബിയുടെ അമ്പതിൽ കുത്തിവെക്കുകയുണ്ടായി. ഇപ്പോൾ അത് ആ കിണറിൽ നിന്ന് വെള്ളം നിർഗളിക്കുകയാണ്. ഈ ആളുകൾക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫനസഹ്നാഹാ ഫലം നത്രുക് ഫീഹാ ഖത്ര. നമ്മളെല്ലാം കൂടി അതിലെ വെള്ളം ഒരു തുള്ളി ബാക്കി വെക്കാതെ കുടിച്ചു, ഉപയോഗിച്ചു. ഫബലഗ ദാലിക നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരം കിട്ടി. ഫഅതാഹാ, നബി വന്നു. ഫജലസ അലാ ശഫീരിൽ ബിർ, ആ കിണറ്റിന്റെ പടവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ വക്കത്തിരുന്നു. ഫദഅ ബിമാഇൻ, വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ഫമദ്മദ വമജ്ജ ഫിൽ ബിർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കുപ്പിളിക്കുകയും കിണറ്റിലേക്ക് അത് തുപ്പുകയും ചെയ്തു. ഫമക്കസ്ന ഗൈറ ബഈദ്, അല്പസമയമേ ആയുള്ളൂ. ثم استقينا حتى روينا وروت ركائبنا, നമ്മളെല്ലാം വയറ് നിറയുവോളം കുടിച്ചു. ഞങ്ങളുടെ വാഹനമൃഗങ്ങളും ഒക്കെ കുടിച്ചു. മറ്റൊന്ന് സംഭവം സമാനമായ സംഭവമാണ്. ഇമാം ബുഖാരിയും മറ്റും സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അദ്ദേഹം പറയുന്നു, ആതിശൻ നാസു യൗമൽ ഹുദൈബിയ, ഹുദൈബിയുടെ നാളിൽ ആളുകൾക്കെല്ലാം ദാഹമുണ്ടായി. വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന യദൈഹി റക്വത്തുൻ, നബിയുടെ മുന്നിൽ ഒരു തോൽപാത്രത്തിൽ അല്പം വെള്ളമുണ്ട്. ഫതവദ്ദഅ മിൻഹാ, നബി അതിൽ നിന്ന് വുദൂ ചെയ്തു. ثم اقبل الناس نحوه, ജനങ്ങളെല്ലാം നബിയുടെ അരികിലേക്ക് വന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ലക്, നബി ചോദിച്ചു, എന്താണ് പ്രശ്നം, എന്താണ്? ആളുകൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് ലൈസ ഇൻദനാ മാഉൻ നതവദ്ദഉ ബിഹി വലാ നശ്റബു ഇല്ലാ മാ ഫി റഹ്വതിക്, കുടിക്കാനോ വുദൂ ചെയ്യാനോ വെള്ളമില്ല, നബിയുടെ മുന്നിലുള്ള ഈ തോൽപാത്രത്തിലൊഴികെ. فوضع النبي صلى الله عليه وسلم يده في الركوة, رسول الله صلى الله عليه وسلم ആ പാത്രത്തിൽ കൈവച്ചു. فجعل الماء يفور من بين أصابعه كأمثال العيون, നബിയുടെ വിരലുകൾക്കിടയിലൂടെ അരുവികൾ കണക്കെ വെള്ളം നിർഗളിക്കുകയാണ്. ജാബിർ റളിയല്ലാഹു അൻഹു പറയാൻ, فشربنا وتوضأنا, ഞങ്ങൾ കുടിച്ചു അതുപോലെ വുദൂ ചെയ്തു. ആളുകൾ ഇത് കേട്ടപ്പോൾ ജാബിറിനോട് ചോദിച്ചു, കം കുന്തും യൗമഇദിൻ, നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? അദ്ദേഹം പറഞ്ഞു, ലൗ കുന്നാ മിഅത അൽഫിൻ ലകഫാ, ഞങ്ങളൊരു 1,00,000 പേരുണ്ടായിരുന്നെങ്കിൽ പോലും ആ വെള്ളം ഞങ്ങൾക്ക് മതിയാകുമായിരുന്നു. വലാകിൻ കുന്നാ 15 മിഅ, ഞങ്ങൾ 1500 പേരായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു 1400 പേരാണ്. 1500 എന്നും വേറൊരു എണ്ണവും റിവായത്തുണ്ട്. കൂടുതൽ സഹീഹ് ആയി പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ള 1400 പേരായിരുന്നു എന്നാണ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യാൽ ഭക്ഷണവും വെള്ളവും അല്ലാഹു വർദ്ധിപ്പിച്ച സംഭവങ്ങൾ ധാരാളക്കണക്കിനുണ്ടായിരുന്നു. പഴയകാല നബിമാരുടെ അവരിലൂടെ ജനങ്ങൾ കണ്ട അത്ഭുത സംഭവങ്ങളിൽ ഒന്നാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ യഥാർത്ഥ റസൂലാണ് എന്നതിനുള്ള തെളിവുകളിൽ ഒന്നാണ്. ഇതൊക്കെ ഒന്നോ രണ്ടോ ആളുകൾ കണ്ട മാജിക്കുകളല്ല, ഇത് ആളുകൾ കാട്ടിക്കൂട്ടുന്ന ചെപ്പടി വിദ്യകളല്ല, മറിച്ച് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ നേരിട്ട് കണ്ട് അവർ തലമുറകളായി കൈമാറി വന്ന സത്യസന്ധമായ വിവരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ യഥാർത്ഥ റസൂലാണ്, അല്ലാഹുവിന്റെ യഥാർത്ഥ തിരുദൂതനാണ് എന്നതിനുള്ള തെളിവുകളിൽ ഒന്നാണ് ഈ രൂപത്തിലുള്ള സംഭവങ്ങൾ. അങ്ങനെ നോക്കൂ, ഹുദൈബിയയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും നിൽക്കുമ്പോൾ ബുദൈൽ ഇബ്നു വർഖാ അൽ ഖുസാഇ എന്നു പേരുള്ള ഖുസാഅ ഗോത്രക്കാരിലൊരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് സംഭാഷണത്തിന് വേണ്ടി വരികയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ആ ഗോത്രം അവരിലെ മുശ്രിക്കുകളും മുസ്ലിമീങ്ങളും എല്ലാം നബിയോട് കൂറ് പുലർത്തിയവരായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ബുദൈൽ ഇബ്നു വർഖാ എന്നു പേരുള്ള ആൾ, അദ്ദേഹം പിന്നീട് മുസ്ലിം ആയിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. ആ സമയത്ത് അദ്ദേഹം മുസ്ലിം ആയിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് വന്ന് പറയുകയാണ്, ഇതാ ഖുറൈശികൾ അവിടെ തമ്പടിച്ചിരിക്കുകയാണ്, ഒരുപാട് ആളുകളുണ്ടവർ, നിങ്ങളെ ഒരിക്കലും അങ്ങോട്ട് കടന്നു ചെല്ലാൻ അവർ അനുവദിക്കുകയില്ല, നിങ്ങളെ ഒന്നാകെ അവർ കൊലപ്പെടുത്തും, പരാജയപ്പെടുത്തും. ഈ വിവരം ബുദൈൽ ഇബ്നു വർഖാ എന്ന ഖുസാഅ ഗോത്രക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന ലം നജ് ലിഖിതാലി അഹദ്, ഞങ്ങൾ ആരോടും യുദ്ധം ചെയ്യാനല്ല വന്നത്, വലാകിന്ന ജിഅ്നാ മുഅ്തമിരീൻ, ഞങ്ങൾ ഉംറ ചെയ്യാൻ വന്നതാണ്. വഇന്ന ഖുറൈശൻ ഖദ് നഹകത്ഹും അൽ ഹർബ് വഅദറത് ബിഹിം, ഖുറൈശികളെ യുദ്ധം തളർത്തിയിട്ടുണ്ട്, അവരെ ക്ഷീണിതരാക്കിയിട്ടുണ്ട്. ഇത്ര കാലമായി യുദ്ധം ചെയ്യാൻ തുടങ്ങിയിട്ട് അവരുടെ യുദ്ധം അവരെ തളർത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, ബദറും ഉഹദും ഖന്ദഖും ഒക്കെ കഴിഞ്ഞാണ് ഈ വരുന്നത്. യുദ്ധം അവരെ തളർത്തിയിട്ടുണ്ട്. ഫഇൻ ശാഉ, അവർക്ക് വേണമെങ്കിൽ മാദത്തുഹും മുദ്ദതൻ, ഞാൻ അവരുമായി ഒരു സന്ധിയിൽ ഏർപ്പെടാം, ഒരു സമാധാന കരാറിൽ ഏർപ്പെടാം. ഫയുഖല്ലു ബൈനി വബൈന അന്നാസ്, ഞാൻ ജനങ്ങൾക്ക് അല്ലാഹുവിന്റെ സന്ദേശം എത്തിക്കാൻ അവർ തടസ്സം നിൽക്കാതെ എന്നെയും ജനങ്ങളെയും അവർ വിട്ടേക്കട്ടെ, ഞാനുമായി കുഴപ്പത്തിന് അവർ നിൽക്കാതിരിക്കട്ടെ. ഫഇൻ അദ്ഹർ, ഇനി അതിനുശേഷം ഞാൻ വിജയിക്കുകയാണ്, അല്ലാഹു എനിക്ക് ജനങ്ങളുടെ മേൽ വിജയം നൽകിയാണ് എങ്കിൽ ഫഇൻ ശാഉ യദ്ഖുലു ഫീമാ ദഖല ഫീഹി الناس ഫഅലു, എന്നിട്ട് അതിനുശേഷം ഞാൻ വിജയിച്ച ശേഷം അവർക്ക് ഇസ്ലാമിലേക്ക് വരണോ, അവർ ഇസ്ലാമിലേക്ക് കടന്നുകൊള്ളട്ടെ. ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം വരാനാണ് അവർ തീരുമാനിച്ചതെങ്കിൽ വന്നോട്ടെ. വഇല്ല ഫഖദ് ജമ്മു, ഇതല്ല എങ്കിൽ എന്തായാലും അവർ രക്ഷപ്പെട്ടല്ലോ, കാരണം അവരുമായി ഞാൻ സന്ധിയിലാണെങ്കിൽ അവരുമായി ഞാൻ യുദ്ധത്തിൽ ഏർപ്പെടുകയില്ല. ഒന്നുകിൽ അവർക്ക് പിന്നീട് ഇസ്ലാമിലേക്ക് വരാം, അല്ലെങ്കിൽ അവർക്ക് റാഹത്താവുകയെങ്കിലും ചെയ്യാം, യുദ്ധത്തിൽ നിന്ന് സുരക്ഷിതരായി കഴിയാം. വഇൻഹും അബൗ, ഇനി അതിനും തയ്യാറല്ല എങ്കിൽ, യുദ്ധത്തിനോ സമാധാന സന്ധിക്ക് തയ്യാറല്ല, ഇസ്ലാമിലേക്ക് വരാനും തയ്യാറല്ല എങ്കിൽ ഫവല്ലദി നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ റബ്ബ് തന്നെ സത്യം, ലഉഖാതിലന്നഹും, ഞാൻ അവരോട് യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുസാഅ ഗോത്രക്കാരനായ ഹുദൈൽ ഇബ്നു വർഖാഇനോട് പറഞ്ഞു, അവർ സന്ധിക്കോ, പിന്നീട് ഇസ്ലാം സ്വീകരിക്കാനോ, അല്ലെങ്കിൽ സന്ധിക്കോ ഒന്നും തയ്യാറല്ല എങ്കിൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യും. ലഉഖാതിലന്നഹും അലാ അംരി ഹാദി, ഈ ഇസ്ലാമിനു വേണ്ടി, ഹത്താ തൻഫരിദ സാലിഫതി, ഒന്നുകിൽ എന്റെ കഴുത്ത് ഛേദിക്കപ്പെടുന്നത് വരെ, ഞാൻ മരിക്കുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. വലയുൻഫിദന്ന അല്ലാഹു അംറ, അല്ലാഹു അവന്റെ കാര്യം നടപ്പിലാക്കിയെടുക്കും. ഇത് ഹുദൈൽ ഇബ്നു വർഖാഇനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോക്കൂ നിങ്ങൾ, എത്ര അന്തസുറ്റ പ്രതാപത്തിന്റെ വാക്കുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നാൽ അതിൽ എത്ര മാത്രം വിവേകമുണ്ട്, സമാധാനത്തിലേക്കുള്ള ക്ഷണമുണ്ട്. ഹുദൈൽ ഇബ്നു വർഖാ ഇത് കേട്ടപ്പോൾ പറഞ്ഞു, നിങ്ങൾ എന്താണ് പറഞ്ഞത്, ഞാനത് ഖുറൈശികളോട് ചെന്ന് പറയാം. അങ്ങനെ ഹുദൈൽ ചെന്ന് ബനൂ ഖുസാഅ ഗോത്രക്കാരോടൊപ്പം ചെന്ന് ഖുറൈശികളോട് പറഞ്ഞു, ഇന്നാ ജിനാകും മിൻ ഹാദർ റജുൽ, ഇദ്ദേഹത്തിന്റെ അരികിൽ നിന്നാണ്, മുഹമ്മദിന്റെ അരികിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. വസമിഅനാഹു യഖൂലു ഖൗലൻ, അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഫഇൻ ശിഅ്തും അൻ നഅറിദഹു അലൈക്കും ഫഅൽനാ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഫഖാല സുഫഹാഉഹും, അപ്പോൾ ഖുറൈശികളുടെ കൂട്ടത്തിലെ വിഡ്ഢികളായ ആളുകൾ പറഞ്ഞു, ലാ ഹാജത ലനാ അൻ തുഖ്ബിറൂന അൻഹു ശൈ, ഇല്ല, ഒന്നും അദ്ദേഹത്തിന്റെ വർത്തമാനം ഞങ്ങളോട് പറയണ്ട, കേൾക്കേണ്ടതില്ല. അങ്ങനെ ഉണ്ടാവില്ല ചില ആളുകൾ, വിവരവും വിവേകവും ബുദ്ധിയൊന്നും അടുത്തൂടെ പോയിട്ടുണ്ടാവില്ല, കുറെ ആവേശം മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ അവരുടെ കൂട്ടത്തിലെ വഖാല ദൗർ റഈ മിൻഹു, അവരുടെ കൂട്ടത്തിലെ ബുദ്ധിയുള്ള ആളുകൾ പറഞ്ഞു, വിവേകമുള്ളവർ പറഞ്ഞു, ഹാതി മാ സമിഅതുഹു യഖൂൽ, എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞോട്ടെ, കേൾക്കട്ടെ എന്ന് കൂട്ടത്തിലെ വിവേകമുള്ളവർ പറഞ്ഞു. അപ്പൊ ഹുദൈൽ ഇബ്നു വർഖാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത് എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്ക് കേട്ടപ്പോൾ ഖുറൈശികൾ അവർ പറഞ്ഞു, അവർ ഇദ്ദേഹത്തോട് ഹുദൈലിനോട് പറയുകയുണ്ടായി, ഒരിക്കലും ഇങ്ങനെ ഞങ്ങളുടെ അനുവാദമില്ലാതെ ഇവിടേക്ക് മുഹമ്മദ് കൂട്ടരും കടന്നു വരും, അതായത് ഞങ്ങൾക്ക് അപമാനമാണ്, ഞങ്ങളുടെ അനുവാദമില്ലാതെ ഇവിടെ ഉമർക്കായാലും ശരി എന്തിനായാലും ശരി
വന്നതുപോലെ ഇങ്ങോട്ട് കയറുക എന്നത് ഒരിക്കലും ഞങ്ങൾക്ക് അനുവദിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് അവർ ഓരോരുത്തരെയായി സംസാരിക്കാൻ പറഞ്ഞേക്കുകയാണ്. അവർ ആദ്യം നബിയുടെ അരികിലേക്ക് വന്നത് മിഖ്റസ് ഇബ്ൻ ഹഫ്സ് എന്നു പേരുള്ള ഒരാളായിരുന്നു. മിഖ്റസ് ഇബ്ൻ ഹഫ്സ് ആൾ വരുന്നത് കണ്ടപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ റജുലുൻ ഫാജിർ, വൃത്തികെട്ട ഒരുത്തനാണ്, ഒരു മോശക്കാരനാണ്. അയാൾ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കാൻ തുടങ്ങി. നബി ഉദൈലിനോട് പറഞ്ഞത് എന്താണ് അതേ വർത്തമാനം ഇയാളോട് പറഞ്ഞു കൊടുത്തു. അയാൾ ഖുറൈശികളുടെ അരികിൽ ചെന്ന് ഈ കാര്യം പറഞ്ഞു കൊടുത്തു. നബി ഇങ്ങനെയാണ് പറഞ്ഞത്, മുഹമ്മദ് ഇങ്ങനെയാണ് പറഞ്ഞത്. രണ്ടാമത് അവർ ഹിൽസ് ഇബ്നു അൽഖമ എന്നു പേരുള്ള ഒരാളെ പറഞ്ഞേക്കാം. ഹിൽസ് ഇബ്നു അൽഖമ അയാൾ ദൂരെ നിന്ന് വരുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, ഹാദാ മിൻ ഖൗമിൻ യുഅദ്ദിമൂന അൽബുദുൻ ഫബ്അസുഹ. ഇയാൾ ഈ ബലിമൃഗങ്ങളെ കഅബത്തിലേക്ക് അറുക്കാൻ കൊണ്ടുവന്ന ബലിമൃഗങ്ങളെ ബഹുമാനിക്കുന്ന, അതിനോടൊക്കെ ആദരവ് പുലർത്തുന്ന ഒരു ഗോത്രത്തിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ മൃഗങ്ങളൊക്കെ അയച്ചുവിടുക. അങ്ങനെ സഹാബത്ത് ബലിമൃഗങ്ങളെ അയച്ചുവിട്ടു. ഇയാൾ വരുമ്പോൾ തന്നെ കാണുന്നത് ബലിമൃഗങ്ങളെയാണ്, തൽബിയത്ത് ചൊല്ലുന്ന ആളുകളെയാണ്. ഇയാൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും ഈ ബൈത്തിൽ നിന്ന് തടയാൻ പാടില്ല, കഅബയിൽ തടയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ സംസാരിച്ചു. നബി ആദ്യം വന്ന രണ്ടുപേരോട് പറഞ്ഞതുപോലെ ഇയാൾക്കും പറഞ്ഞു കൊടുത്തു. ഇയാൾ ചെന്ന് ഖുറൈശികളോട് പറഞ്ഞു, ഇതാ ഇങ്ങനെയുള്ള ഒരു കൂട്ടനാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് അവരൊരിക്കലും തടയാൻ പാടില്ല. അപ്പൊ ഖുറൈശികൾ ആൾ പറഞ്ഞു, ഇജ്ലിസ് ഫഇന്നമാ അൻത അറാബി ലാ ഇൽമ ലക, ഇങ്ങോട്ട് ഇരിക്ക്, നീ യാതൊരു വിവരമില്ലാത്തൊരു അറാബിയാണ്. ഇത് കേട്ടപ്പോ ഹിൽസ് ഇബ്നു അൽഖമക്ക് ദേഷ്യം വന്നു. അയാൾ പറഞ്ഞു, ആഹാ, എന്നാൽ മുഹമ്മദിനെ തടയുന്നൊന്ന് കാണട്ടെ, ഞാനും എന്റെ കൂട്ടരൊക്കെ പോയി അദ്ദേഹത്തെ സഹായിക്കുന്നു. അപ്പൊ ഖുറൈശികൾ അയാളെ സമാധാനിപ്പിച്ച് അവിടെ ഇരുത്തി. മൂന്നാമത് അവർ ഉർവത്ത് ഇബ്നു മസ്ഊദിനെ പറഞ്ഞേക്കുകയാണ്. ഉർവത്ത് ഇബ്നു മസ്ഊദ് അസ്സഖഫി, അദ്ദേഹം പിന്നീട് മുസ്ലിമായി ഇസ്ലാമിന് വേണ്ടി കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഉർവത്ത് ഇബ്നു മസ്ഊദ് അസ്സഖഫി റളിയല്ലാഹു അൻഹു സഖീഫ് ഗോത്രത്തിന്റെ നേതാവായിരുന്നു. അന്ന് മുശ്രിക്കാണ്. ഉർവ അവരിലെ പ്രഗത്ഭനായ ആളാണ്. കിസ്റയുടെ കൈസറിന്റെ ഒക്കെ വലിയ വലിയ രാജാക്കന്മാരുടെ ഒക്കെ മജ്ലിസുകളിൽ ചെല്ലാറുള്ള, അവരോട് സംസാരിക്കാറുള്ള സഖീഫ് ഗോത്രത്തിന്റെ നേതാവാണ് ആര്? ഉർവത്ത് ഇബ്നു മസ്ഊദ് അസ്സഖഫി. ഉർവത്ത് ഇബ്നു മസ്ഊദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ അതേ വാക്ക് ഉർവയോടും പറഞ്ഞു. ഉർവ ചോദിച്ചു, നിങ്ങൾ ആരോട് യുദ്ധം ചെയ്യും, ആരെ നശിപ്പിക്കുമെന്നാണ് ഈ പറയുന്നത്? നിങ്ങളുടെ സ്വന്തം ഖൗമിനെ നശിപ്പിക്കുമെന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? ഇതൊക്കെ നിങ്ങളുടെ ആളുകളാണ്, നിങ്ങളുടെ കുടുംബവും ഗോത്രക്കാരുമാണ്. ആരാണ് ചരിത്രത്തിൽ സ്വന്തം ഗോത്രത്തോട് യുദ്ധം ചെയ്തിട്ട് അവരെ നശിപ്പിച്ചിട്ടുള്ളത്? ഇനി നിങ്ങൾ പരാജയപ്പെടുകയാണ് എങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളുടെ പിന്നിൽ നിൽക്കുന്ന ഈ പല പല ഗോത്രങ്ങളിൽ നിന്നും വന്നിട്ടുള്ള, എവിടുന്നൊക്കെയോ എന്തിനൊക്കെയോ വേണ്ടി കൂടിയിട്ടുള്ള ഈ ആളുകൾ നിങ്ങൾ ഒഴിവാക്കി ഓടിപ്പോകും. സഹാബത്തിന് അങ്ങേറ്റം അപമാനിക്കുന്ന രൂപത്തിലുള്ള ഒരു വർത്തമാനം ഉർവത്ത് ഇബ്നു മസ്ഊദ് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് കേട്ടിട്ട് സഹിക്കാൻ പറ്റില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉർവയോട് രൂക്ഷമായ ഒരു മറുപടി അങ്ങ് പറഞ്ഞു, ഏറ്റവും രൂക്ഷമായ ഒരു മറുപടി. ഉർവത്ത് ഇബ്നു മസ്ഊദ് നോക്കുമ്പോൾ അബൂബക്കറാണ് പറയുന്നത്. ഉർവത്ത് ഇബ്നു മസ്ഊദ് പറഞ്ഞു, നിങ്ങൾ എനിക്ക് ചെയ്തു തന്ന ചില ഉപകാരങ്ങളുണ്ട് പണ്ട്, അതിന് പലതിനും തിരിച്ചു ചെയ്തു തരാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഞാനിത് മറുപടി പറയുമായിരുന്നു. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, വമാ ലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുസ്സാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ആര് എന്ത് പ്രയോജനം ചെയ്തു കൊടുത്തിട്ടുണ്ടോ അതിനേക്കാൾ വലുത് അങ്ങോട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ബാക്കി വെച്ചൊരു ഉപകാരം ആരുടെ അരികിലില്ല? അബൂബക്കർ സിദ്ദീഖിന്റെ മക്കൾ ഒരാൾക്ക് കൊടുക്കാനുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഈമാൻ ഹിദായത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അബൂബക്കർ സിദ്ദീഖ് കേട്ടു എന്നത് ഏറ്റവും വലിയ ഉപകാരമാണ്. എന്നാൽ അത് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിനെ കുറിച്ച് പറഞ്ഞത് എന്താ? ഇന്ന അമന്ന അന്നാസി അലയ്യ ബിസ്വഹ്ബതിഹി വമാലിഹി അബൂബക്കർ. ജനങ്ങളിൽ സ്വഹ്ബത്ത് കൊണ്ടും കൂട്ടുകൊണ്ടും സഹവാസം കൊണ്ടും സമ്പത്ത് കൊണ്ടും
എനിക്ക് ഏറ്റവും ഉപകാരം ചെയ്തത് ആരാണ്? അബൂബക്കറാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ സംഭവം ഉർവത്ത് ഇബ്നു മസ്ഊദ് സഖഫിയുടെ ഈ സംഭവം ഉദ്ധരിച്ച ശേഷം ഇമാം ഇബ്നു കസീർ പറഞ്ഞു, സഖീഫ് ഗോത്രത്തിന്റെ നേതാവാണ് ഈ പറയുന്നത്. എന്ത്? നിങ്ങൾ എനിക്ക് ചെയ്തെന്ന പല ഉപകാരങ്ങളുമുണ്ട്, തിരിച്ചെനിക്ക് ഉപകാരം ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഞാനിത് മറുപടി പറയുമായിരുന്നു എന്ന് പറയുന്നത് സഖീഫ് ഗോത്രത്തിന്റെ നേതാവായ അത്രയും വലിയ പ്രമുഖനായ ഒരാളാണ് എങ്കിൽ പിന്നെ ആ നാട്ടിലെ സാധാരണക്കാരായ പാവങ്ങളായ ജനങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും? എന്തൊക്കെ ഉപകാരങ്ങളായിരിക്കും അബൂബക്കർ സിദ്ദീഖ് അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടാവും? നോക്കണം നിങ്ങൾ. അങ്ങനെ ഉർവ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സംസാരിക്കുമ്പോഴൊക്കെ ഉർവ നബിയുടെ താടിക്ക് ഇങ്ങനെ പിടിക്കണ്ടായി. അത് അറബികളുടെ ഒരു ശൈലിയായിരുന്നു. അല്ല, അത് ഒരു അടുപ്പം കാണിക്കാനുള്ള ഒരു രീതിയായിരുന്നു. താടിക്കിനെ പിടിച്ചിട്ട് സംസാരിക്കും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താടി പിടിക്കാൻ കൈ നീട്ടുമ്പോഴൊക്കെ അവിടെ മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു അദ്ദേഹം പടയെങ്കി തലയിൽ മുഖത്തുമൊക്കെ അടിയുന്ന ഒരു പടയെങ്കി അടിഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. വാളിന്റെ ഒരു ഭാഗം കൊണ്ട് ഉർവയുടെ കൈക്ക് തട്ടി മുഗീറ പറഞ്ഞു, കൈ അങ്ങോട്ട് മാറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താടിയിൽ നിന്ന് കൈ മാറ്റി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഉർവ ചോദിച്ചു, ഇതാരാണ്? അപ്പൊ പറഞ്ഞു, ഇത് നിങ്ങളുടെ സഹോദരന്റെ മകനാണ് മുഗീറത്ത് ഇബ്നു ശുഅബ. മുഗീറത്ത് ഇബ്നു ശുഅബയുടെ പിതൃ സഹോദരനായിരുന്നു ഉർവത്ത് ഇബ്നു മസ്ഊദ്. ഇത് കേട്ടപ്പോൾ ഉർവത്ത് ഇബ്നു മസ്ഊദ് പറഞ്ഞു, യഹൂദ, ചതിയ, നിന്റെ ചതിക്ക് വേണ്ടി അതിന് പണമടക്കാൻ നടക്കുന്ന ആളല്ലേ ഞാൻ എന്ന് ഉർവത്ത് ഇബ്നു മസ്ഊദ് പറഞ്ഞു. എന്നാൽ കാരണം മുഗീറത്ത് ഇബ്നു ശുഅബ ജാഹിലിയ്യത്തിൽ ചില ആളുകളെ കൊലപ്പെടുത്തുകയും അവരുടെ സമ്പത്ത് എടുക്കുകയും ചെയ്തിരുന്നു എന്നാണ്. പിന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മൽ ഇസ്ലാമു ഫഅഖ്ബൽ, ഇസ്ലാം അത് ഞാൻ സ്വീകരിക്കും. വഅമ്മൽ മാൽ ഫലസ്തു മിൻഹു ഷൈ, എന്നാൽ ആ പറഞ്ഞ പൈസ ഉണ്ടല്ലോ അതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ആളുകളുടെ അതുപോലുള്ള സ്വത്ത് ഞാൻ സ്വീകരിച്ചിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉർവത്ത് ഇബ്നു മസ്ഊദ് ഈ സംസാരത്തിനും സംഭാഷണത്തിനും ഇടക്ക് നബിയെയും സഹാബത്തിനെയും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ ഇങ്ങനെ നോക്കുകയാണ്. ശത്രുക്കൾ നബിയോട് സംസാരിക്കാൻ വരുന്ന വേളയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അവരുടെ സ്നേഹവും ബഹുമാനവും എല്ലാം അവർ കൂടുതൽ പ്രകടിപ്പിച്ചിരുന്നു. ശത്രുവിനെ അറിയിച്ചു കൊടുക്കാൻ, എങ്ങനെയാണ് ഞങ്ങൾക്ക് റസൂൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, എങ്ങനെയാണ് ഞങ്ങൾക്ക് ഇസ്ലാമിന് വേണ്ടി ഞങ്ങൾ എന്തിനും തയ്യാറാണ് എന്ന് കാണിച്ചു കൊടുക്കാൻ അവരേത് രൂപത്തിലായിരുന്നു കൂടുതലായി പെരുമാറിയിരുന്നത്? ഉർവ തിരിച്ചിട്ട് മുശ്രിക്കുകളോട് ചെന്ന് ഇക്കാര്യം പറയുന്നുണ്ട്. ഉർവ ഖുറൈശികളോട് പറഞ്ഞു, ഐ ഖൗം, ജനങ്ങളെ, വല്ലാഹി ലഖദ് വഫത്തു അലൽ മുലൂക്ക്, രാജാക്കന്മാരുടെ അരികിലേക്ക് ഞാൻ ഇതുപോലുള്ള സംഭാഷണത്തിന് ചെന്നിട്ടുണ്ട്. വഫത്തു അല ഖൈസറ വകിസ്റ വന്നജാശി, ഖിസ്റ, കൈസർ, നജാശി തുടങ്ങിയ രാജാക്കന്മാരുടെ അരികിലേക്കൊക്കെ ഞാൻ ചെന്നിട്ടുണ്ട്. വല്ലാഹി മാ റഅയ്തു മലികൻ ഖത്തു യുഅദ്ദിമുഹു അസ്ഹാബുഹു മാ യുഅദ്ദിമു അസ്ഹാബു മുഹമ്മദിൻ മുഹമ്മദ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഒരു രാജാവിന്റെ അനുയായി മുഹമ്മദിന്റെ സഹാബത്ത് മുഹമ്മദിനെ ബഹുമാനിക്കുന്നത് പോലെ അവർ ബഹുമാനിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. വല്ലാഹി ഇൻ യതനഖം നുഖാമതൻ ഇല്ലാ വഖഅത് ഫി കഫ് റജുലിൻ മിൻഹും, മുഹമ്മദ് തുപ്പിയാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തുപ്പൽ പതിക്കുന്നത് അവരിൽ ഒരാളുടെ കയ്യിലാണ്. അവരത് എടുക്കുകയും എന്നിട്ട് മുഖത്തും അവരുടെ ശരീരത്തിലും തടവുന്നു. വഇദാ അമറഹും ഇബ്തദറു അംറഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൽപ്പിച്ചാൽ ഉടനെ അവരത് ചെയ്യാൻ ഒരുങ്ങുകയാണ്. വഇദാ തവദ്ദ, നബി വുദൂ ചെയ്താൽ കാദു യഖ്തതിലൂന അലാ വുദൂഇഹി, ആ വെള്ളത്തിന്റെ ബാക്കി കിട്ടാൻ അവർ പരസ്പരം തല്ലുകൂടുമായിരുന്നു, തല്ലുകൂടാൻ മാത്രം എത്തുമായിരുന്നു എന്ന് പറഞ്ഞ ആ വെള്ളത്തിന്റെ ബറക്കത്ത് എടുക്കാൻ. വഇദാ തകല്ലമു ഖഫദു അസ്വാതഹും ഇൻദ, അവർ സംസാരിക്കുകയാണെങ്കിൽ നബിയുടെ അരികിൽ ശബ്ദം താഴ്ത്തി അവർ സംസാരിക്കുന്നുള്ളൂ. വമാ യുഹിദ്ദൂന അൻ-നദറ ഇലൈഹി തഅദീമൻ ലഹു, നബിയോടുള്ള ബഹുമാനം കൊണ്ട് അവർ നബിയെ തുറിച്ചു നോക്കുക പോലും ചെയ്യുന്നില്ല. വല്ലാഹി ലഖദ് റഅയ്തു ഖൗമൻ ലാ യുസ്ലിമൂനഹു ലിശൈഇൻ അബദാ, അല്ലാഹുവാണ് ഒരു കാര്യത്തിനു വേണ്ടിയും ഒരാൾക്കും ഒന്നിനു പകരമായും ആ നേതാവിന് അവർ വിട്ടുകൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
وإنه قد عرض عليكم خطة رشد فاقبلوها فرأوا رأيكم. ഇദ്ദേഹം നിങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുള്ളത് വിവേകമുള്ള ഒരു കാര്യമാണ്, ഒരു നല്ല തീരുമാനമാണ് നിങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചോളൂ, തീരുമാനിച്ചെടുത്തോളൂ, നിങ്ങൾ തീരുമാനിച്ചോളൂ എന്ന് ഉർവ ബിൻ മസ്ഊദ് അസ്സഖഫി ഖുറൈശികളോട് പറയുകയുണ്ടായി. ഇതിനുശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാനെ മക്കയിലേക്ക് പറഞ്ഞയക്കുന്നതും ബൈഅത്ത് റിദ്വാനും ശേഷം ഹുദൈബിയ സന്ധിയുമൊക്കെ ഉണ്ടാകുന്നതും ഇൻഷാ അല്ലാഹ് നമുക്ക് വരുന്ന ദർസിൽ ആ ഭാഗങ്ങളിലേക്ക് കടക്കാം. والله تعالى أعلم. صلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.